Review of C++ programming. So in this video, we explain about control statements. What do you mean by control statement? So control statement means these statements are used to alter the execution of a program. Alter the sequential flow of execution of a program. അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഉദ്ദേശിക്കുന്നത് C++ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 by 1 ആയിട്ടാണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണോ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ്, ദെൻ തേർഡ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ചില കേസുകളിൽ നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒഴിവാക്കേണ്ട അവസ്ഥകൾ വരാം. ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റീവായി എക്സിക്യൂട്ട് ചെയ്യേണ്ട അവസ്ഥകൾ വരാം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. So that പറയുന്നത് the sequential flow of execution in a program may be altered while solving problems. It may be in the form of selection, skipping or repeated execution of one or more statements. Control statements നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. They are decision making statement or selection statement, and second one is iteration statement. അതാണ് ഫസ്റ്റ് കേസ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്. ചില കേസ് സ്റ്റേറ്റ്മെൻറ്റ്സിന് സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥകൾ വരാം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ കേസിന് പറയുന്ന പേരാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്? സോ C++ provide two selection statements. They are if statement and switch statement. So this is the keyword. If is the keyword and switch is the keyword. If statement തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ എഴുതാം. They are simple if else, else if ladder. ഓരോന്നുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് സിമ്പിൾ ഇഫ്. സിമ്പിൾ ഇഫിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും C++ പ്രോഗ്രാമിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നതാണ് സിൻടാക്സ്. നമ്മൾ പറയുന്നില്ലേ ഗ്രാമർ എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമുക്ക് ഗ്രാമർ ഉണ്ട് അല്ലേ? അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നതാണ് അതിൻ്റെ സിൻടാക്സ്. ആ റൂളാണ്. ആ റൂൾ അതേപോലെ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിന് എറർ വരും, ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ സിൻടാക്സ് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇഫിൻ്റെ സിൻടാക്സ് നോക്കൂ. ഇഫ് ഇസ് ദ കീവേഡ്, ബ്രാക്കറ്റിൻ്റെ അകത്ത് കണ്ടീഷൻ എഴുതാം, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത നമ്മൾ പറഞ്ഞു. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ചില സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് സ്കിപ്പ് ചെയ്യാം, നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ചില കേസുകൾ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അപൂർവം ചില കേസുകളിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇഫ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിരുന്നു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം അല്ലേ? അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ ഓർ ഫാൾസ്. അതാണ് അതിൻ്റെ ഡിസിഷൻസ് വരിക, കണ്ടീഷൻസ്. അപ്പോൾ മെയിൻലി ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേഷണൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും കണ്ടീഷനായിട്ട് വരിക. കാരണം അവിടെ ട്രൂ ഓർ ഫാൾസ് ഡിസിഷൻ എടുക്കണം, തീരുമാനമെടുക്കണം അല്ലേ? നമ്മളെപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ അല്ലേ? അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് കണ്ടീഷനായിട്ട് വരിക. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നതാണ് തീരുമാനിക്കുന്നത്. അതാണ് ഈ കണ്ടീഷൻ ഇവിടെ വരുന്നത്. സോ ഇറ്റ് മേ ബി എ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ എ ലോജിക്കൽ എക്സ്പ്രഷൻ. ഈ കണ്ടീഷൻ എപ്പോഴും ഒരു ട്രൂ ഓർ ഫാൾസ് ആൻസേഴ്സ് വരുന്ന ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ പ്രോഗ്രാം ഈ ബ്രാക്കറ്റിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് എക്സിക്യൂട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്കിപ്പ് ചെയ്ത് നേരെ പ്രോഗ്രാം എങ്ങോട്ട് പോകും? അതിൻ്റെ താഴത്തേക്ക് പോകും. ഇങ്ങനെയാണ് ഇഫ് സിമ്പിൾ ഇഫ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമേ ആരെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? എ ഈസ് ഗ്രേറ്റർ. ഇപ്പോൾ ബി ആണ് വലുത് വിചാരിക്കൂ.
ഇത് ഫോൾസ് ആയിരിക്കും അല്ലേ. എ ഗ്രേറ്റർ ദാൻ ബിയിൽ ബി വലുതാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ദിസ് കണ്ടീഷൻ ഈസ് ഫോൾസ്. ഓട്ടോമാറ്റിക്കലി നേരെ പുറത്തേക്ക് വരും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അതാണ് സിമ്പിൾ ഇഫ്. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ്. ഇഫ് എൽസിൻ്റെ സിൻടാക്സ് നോക്കൂ. ഇഫ് ഇസ് എ കീവേഡ് ആൻഡ് എൽസ് ഇസ് എ കീവേഡ്. രണ്ട് കീവേഡ് ഉണ്ട്. ഇഫ് ഒരു കീവേഡാണ്, എൽസ് ഒരു കീവേഡാണ്. അപ്പം നേരത്തെ കേസിൽ നമുക്ക് ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. ഫോൾസ് ആണെങ്കിൽ എന്താണെന്ന് പറയുന്നില്ല. ആ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാനാണ് ആര് വന്നത്? ഇഫ് എൽസ് വന്നത് അല്ലേ. നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ നേരെ പുറത്തേക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കേസസ് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്താണ് ആര് യൂസ് ചെയ്യേണ്ടത്? ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാറ്റിൻ്റെ കേസിലും ഇറ്റ് ഈസ് മേ ബി either a റിലേഷൻ എക്സ്പ്രഷൻ ഓർ എ ലോജിക്കൽ എക്സ്പ്രഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകും, എൽസിൻ്റെ അകത്ത് പോയിട്ട് എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഈ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ട്രൂ ബ്ലോക്ക്, ആ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ആ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് വർക്കിംഗ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നോക്കൂ എക്സാമ്പിളിൽ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണ് വിചാരിക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ആര് എക്സിക്യൂട്ട് ചെയ്യും? എ ഈസ് ഗ്രേറ്റർ. ഇനി ബി ആണ് ഗ്രേറ്റർ എന്ന് വിചാരിക്കൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആയി, നേരെ എങ്ങോട്ട് പോവും? എൽസ് പാർട്ടിൽ പോവും. ഏതാ എക്സിക്യൂട്ട് ചെയ്യുക? ബി ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഒന്നെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഒന്നെങ്കിൽ ഇഫ് ബ്ലോക്ക് അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക്. അങ്ങനെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് ഇഫ് ലാഡർ. എൽസ് ഇഫ് ലാഡർ. ലാഡർ മീൻസ് കുറേ കോണി അല്ലേ. കോണികളെയാണ് നമ്മൾ, കോണിയാണ് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കോണി പോലെയാണ് ഇവിടെ സ്റ്റെപ്പുകളായിട്ടുള്ള. നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട കേസ് വരെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്? എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. നേരത്തെ രണ്ട് കേസിലും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ നമുക്ക് ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. സോ ഇൻ സം കേസസ് ദർ ആർ മോർ കണ്ടീഷൻസ്. ആ കണ്ടീഷനിൽ നമുക്കൊരു ഉത്തരം എഴുതേണ്ട കേസ് വരികയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഇഫ് കണ്ടീഷൻ 1, ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് വിചാരിക്കൂ. നേരെ ആര് എക്സിക്യൂട്ട് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ നേരെ പുറത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യാം, താഴെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി കണ്ടീഷൻ 1 ഫോൾസ് ആണ് വിചാരിക്കൂ. നേരെ ആരിലേക്ക് പോകും? എൽസിലേക്ക് പോകും. പക്ഷേ അവിടെ വീണ്ടും ഒരു കണ്ടീഷനാണ്, എൽസ് ഇഫ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിലോ നേരെ താഴത്തേക്ക് പോകും. അപ്പോൾ എത്ര വേണമെങ്കിലും എൽസ് ഇഫ് ആവാം, അതിനൊരു ലിമിറ്റില്ല. എൽസ് ഇഫ് എത്ര പോവാം. പക്ഷേ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം? എൽസ് ആയിരിക്കണം. എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കണ്ടീഷൻസ് എല്ലാം, ഇത് കണ്ടീഷൻ 1 ട്രൂ ആയാൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ള ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ നേരെ കണ്ടീഷൻ 2ലേക്ക് പോകും. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 3 ഇങ്ങനെ പോകും. ഈ എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ആര് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? ഈ എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? എല്ലാ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഏത് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് ആ ട്രൂവിൻ്റെ അകത്തുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് ഇഫ് ലാഡറിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഒരു സിമ്പിൾ എക്സാമ്പിളോട് പറയാം. അപ്പോൾ മാർക്ക്. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ മാർക്ക് 50 ആണെന്ന് വിചാരിക്കും. 50 ആണ് എൻ്റെ കയ്യിലുള്ള മാർക്ക്. ചെക്ക് ചെയ്യാണ്, 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ? 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ? അല്ലല്ലോ. അപ്പോൾ നേരെ അടുത്ത കണ്ടീഷനിലേക്ക് പോകും, എൽസ് ഇഫിലേക്ക് പോകും. 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ? അല്ല, അതും ഫോൾസ് ആണ്. അപ്പോൾ അടുത്ത ബ്ലോക്കിലേക്ക് പോയി. 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണോ? അല്ലേ, 35 വലുതാണ് 50. ട്രൂ ആണ്. അപ്പോൾ ആര് എക്സിക്യൂട്ട് ചെയ്തു? സി ഔട്ട്, സി ഗ്രേഡ്. എനിക്ക് കിട്ടിയ ഗ്രേഡ് ഏതാണ്? സി ഗ്രേഡാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ മാർക്ക് 95 ആണ്. ചെക്ക് ചെയ്യാണ്, ഇഫ് 95 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. 95 80 ഗ്രേറ്റർ അല്ലേ? ആണ്. അപ്പോൾ നേരെ ആര് എക്സിക്യൂട്ട് ചെയ്യും? സി ഔട്ട്, എ ഗ്രേഡ്. നേരെ എങ്ങോട്ട് പോയി? പുറത്തേക്ക് തന്നെ വന്നു. പിന്നെ ആരും താഴത്തേക്ക് പോകേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് ആ ട്രൂ ആവുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി എല്ലാ കണ്ടീഷനും ഫോൾസ് ആയി വിചാരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലുള്ള മാർക്ക് 20 ആണെന്ന് വിചാരിക്കും. 20 > 80 ആണോ? അല്ല. അടുത്ത കണ്ടീഷൻ 20 > 60? നോ. എഗെയിൻ ചെക്ക് ചെയ്യും. 20 > 35? നോ. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആയി. സ്വാഭാവികമായിട്ടും ഏത് ബ്ലോക്കിലേക്ക് വരും? എൽസ് ബ്ലോക്കിൽ വന്ന് എന്ത് പ്രിൻ്റ് ചെയ്യും? ഡി ഗ്രേഡ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് എഴുതുന്ന കേസുകളിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് എൽസ് ഇഫ് ലാഡർ. അതാണ് ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് ഈഫിനുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ ഇഫ്, എൽസ് ഇഫ്, ഈഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കേസസ്. അത് എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത് ഒരുപാട് കണ്ടീഷൻ എഴുതുന്ന കേസുകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, അടുത്ത കാറ്റഗറി ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് നോക്കുക. ഇവിടെ ഒരുപാട് കീവേഡുകളുണ്ട് കേട്ടോ. ഏതൊക്കെ ഇവിടെ കീവേഡ്? സ്വിച്ച് ഈസ് ദ കീവേഡ്, കേസ് ഈസ് ദ കീവേഡ്, ബ്രേക്ക് ഈസ് ദ കീവേഡ് ആൻഡ് ഡിഫോൾട്ട് ഈസ് ദ കീവേഡ്. ഇതെല്ലാം കീവേഡുകളാണ്. ഈ സിൻടാക്സിലുള്ള കീവേഡുകളാണ് സ്വിച്ച്, കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട്. കീവേഡുകളുടെ പ്രത്യേകത നമുക്കറിയാം. അതിൻ്റെ റിസർവ്ഡ് മീനിങ്സ് ആണ്, റിസർവ്ഡ് വേർഡ്സ് ആണ്. അതൊരിക്കലും ക്യാപിറ്റൽ എഴുതാൻ പാടില്ല, സ്മോൾ ലെറ്ററിലായിരിക്കണം. ഇനി എന്താണ് സ്വിച്ച്? നേരത്തെ കണ്ട എൽസ് ഇഫ് ലാഡറിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു രീതിയും കൂടിയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് കണ്ടീഷൻ എഴുതുന്നതിന് പകരം നമ്മൾ അതിൻ്റെ ഒരു വേറെ ഡിഫറെൻറ്റ് വേർഷനാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എങ്ങനെ ഇതാണ് സ്വിച്ച് വാല്യൂ. ഇവിടെ കണ്ടീഷനല്ല, ഒരു വാല്യൂ ആണ് വരിക. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് കേസ്, വാല്യൂ 1, സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രേക്ക്. കണ്ടോ? കേസ്, വാല്യൂ 2, സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രേക്ക്. എത്ര കേസ് വാല്യൂ ആവോ? 8 അവസാനം ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഈ വാല്യൂ ഏത് വാല്യൂവിനെയാണ് മാച്ച് ചെയ്യുന്നത് ആ മാച്ച് ചെയ്യുന്ന ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാല്യൂ എന്നുള്ളത് 1 ആണെന്ന് വിചാരിക്കും. ഈ കേസിൻ്റെ അകത്ത് 1 ആണെങ്കിൽ കേസ് ഈ 2 കേസ് മാച്ച് ആവും, ബാക്കിയൊന്നും മാച്ച് ആവില്ല. സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ബ്രേക്ക് ഈസ് എ കീവേഡ്. ഈ ബ്രേക്കിൻ്റെ പ്രത്യേകത ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ചെയ്യാനാണ്. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക്. ക്ലിയർ ആയോ? ഇനി ഈ വാല്യൂ ഇതിലൊന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും? ഈ ഡിഫോൾട്ടിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എൽസ് ഇഫ് ലാഡറിൻ്റെ അകത്ത് കണ്ടീഷൻസ് ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് ആ കണ്ടീഷൻ്റെ അകത്തുള്ള ആ ഒരു ബ്ലോക്കിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ നേരെ എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ ഈ സ്വിച്ചിൻ്റെ അകത്ത് ഏത് വാല്യൂ ഏത് കേസിൻ്റെ ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു വാല്യൂ മാച്ച് ആവുന്നില്ലെങ്കിൽ മാത്രമാണ് ഏതിലേക്ക് പോകുന്നത്? ഡിഫോൾട്ടിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ബ്രേക്ക് ഇതിലെ കീവേഡ് യൂസ് ചെയ്യാൻ കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടുന്ന് പുറത്തേക്ക് പോകാൻ, അതായത് സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കേസിൻ്റെയും അവസാനം ബ്രേക്ക് വേണം. കാരണം ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള അതിൻ്റെ എൻഡാണ് ബ്രേക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫോൾട്ടിൻ്റെ അകത്ത് ബ്രേക്ക് ഇല്ല, കാരണം ഇത് കഴിഞ്ഞാൽ നേരെ സ്വിച്ചിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു പ്രോഗ്രാമാണ്. നമ്മളൊരു ക്യാരക്ടർ കൊടുത്തു. ആ ക്യാരക്ടർ വെച്ച് നമ്മൾ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുക, ഒരു വേർഡ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ടു ഡിസ്പ്ലേ എ വേർഡ് ഫോർ എ ഗിവൺ ക്യാരക്ടർ. സാധാരണ CPP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഹെഡ് നമുക്കതിൻ്റെ സ്ട്രക്ചർ അറിയാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മളൊരു ക്യാരക്ടറാണ് എൻ്റർ ചെയ്യണത് അല്ലേ? അപ്പോൾ നമുക്ക് ക്യാരക്ടറാണ് കീബോർഡ് വഴി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ക്യാർ ആയിരിക്കണം. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു CH. ഇതിൻ്റെ അർത്ഥം എന്താണ്? CH ഈസ് എ വേരിയബിൾ. ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ക്യാരക്ടറാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദിസ് ഈസ് എ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. Cout എന്ന് പറഞ്ഞാൽ എന്താ? മോണിറ്ററിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താ അവിടെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്? ഡബിൾ കോഡ്സിൻ്റെ അകത്ത് സ്ട്രിങ് ആണ്. എൻ്റർ A B C or D. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ എൻ്റർ ചെയ്യാൻ AO BO CO DO ഏതെങ്കിലും ഈ 4 ക്യാരക്ടറിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. Cin എന്താണ്? Cin ഈസ് ആൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് ആരിലേക്ക് സ്റ്റോർ ചെയ്യും? CH എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഞാൻ എൻ്റർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ A ആണെന്ന് വിചാരിക്കും. ഞാൻ
കീബോർഡിലൂടെ എ എൻ്റർ ചെയ്തു. അപ്പോൾ നോക്കൂ, ഈ സ്വിച്ചിൻ്റെ അകത്ത് സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ CH എന്നുള്ള വാല്യൂ ഇവിടേക്ക് വരും. ഞാൻ ഇപ്പോൾ എൻ്റർ ചെയ്ത് എ ആണെന്ന് വിചാരിക്കുക. എ ആണെങ്കിൽ നേരെ നോക്കൂ, ഇതിൽ ഏത് ബ്ലോക്കിൻ്റെ അകത്താണ് എ ഉള്ളത്? കേസിൻ്റെ അകത്ത് കണ്ടോ എ. ഇവിടെ എന്തുകൊണ്ടാണ് സിംഗിൾ കോട്ട്സ് കൊടുക്കാൻ കാരണം? ക്യാരക്ടർ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ നേരെ ഡിജിറ്റ് എഴുതിയാൽ മതി, കോട്ട്സിൻ്റെ ആവശ്യമില്ല. ക്യാരക്ടർ ആയതുകൊണ്ടാണ് സിംഗിൾ കോട്ട്സ് കൊടുത്തുള്ളത്. അപ്പോൾ ഞാനിവിടെ എ എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് അത് തന്നെ മാച്ച് ചെയ്തു. എ ആണ്, കേസിൻ്റെ അകത്ത് ആദ്യത്തെ വാല്യൂ എ ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? സി ഔട്ട്. എന്താ അവിടെ പ്രിൻറ്റ് ചെയ്യണത്? അബാക്കസ് ഡിസ്പ്ലേ ചെയ്തു. ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ഫ്രം സ്വിച്ച്. പ്രോഗ്രാം എൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഞാൻ എ എൻ്റർ ചെയ്തപ്പോൾ എനിക്കവിടെ അബാക്കസ് എന്നുള്ള വേർഡ് പ്രിൻറ്റ് ചെയ്ത് വന്നു. സോ ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതി സി ആണ്. ഞാൻ അടുത്ത ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തു. സി ആണ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് വേരിയബിളിൻ്റെ അകത്ത് CHൻ്റെ അകത്ത് എന്ത് വാല്യൂ വന്നു? സി എൻ്റർ ചെയ്തു. സി ആണ് വന്നുള്ളത്. സ്വിച്ചിൻ്റെ അകത്ത് സ്വിച്ച് സി ഏത് ബ്ലോക്കാണ്? എയും സിയും മാച്ചാണോ? അല്ല. സിയും ബിയും മാച്ചാണോ? അല്ല. സിയും മാച്ചാണ്. ആ മാച്ച് ചെയ്തപ്പോൾ ആ ബ്ലോക്കിൻ്റെ അകത്ത് എന്താ പ്രിൻറ്റ് ചെയ്യണത്? കമ്പ്യൂട്ടർ പ്രിൻറ്റ് ചെയ്തു. ബ്രേക്ക് എക്സിറ്റ് ഫ്രം ദ സ്വിച്ച്. ഞാൻ ABC or D കൊടുത്തെങ്കിൽ കൂടെ ഞാൻ കൊടുത്ത് E ആണ് വിചാരിക്കൂ. E എന്നുള്ളൊരു വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. CHൻ്റെ അകത്തുള്ള വേരിയബിളിൻ്റെ വാല്യൂ E ആണ്. ഇയും എയും സെയിം ആണോ? അല്ല. ഇയും ബിയും സെയിം അല്ല. ഇയും സിയും സെയിം അല്ല. ഇയും ഡിയും അപ്പോൾ ഒറ്റ വാല്യൂമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഡിഫോൾട്ടിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഡിഫോൾട്ടിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻവാലിഡ് ഇൻപുട്ട്. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ ഏത് വാല്യൂ ആണോ ഏത് കേസിനായിട്ട് മാച്ച് ചെയ്യുന്നത് ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓരോ കേസിൻ്റെയും എൻഡിൽ ബ്രേക്ക് വേണം. ഒരു വാല്യൂ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ ഡിഫോൾട്ട് എന്ന ബ്ലോക്കിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുള്ളൂ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് സിൻടാക്സിൽ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. ഇവിടെ കേസ് വാല്യൂ 1 കഴിഞ്ഞാൽ ഓരോ കേസിലും കോളനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് മാത്രമേ സെമി കോളൻ വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് സെമി കോളൻ. അപ്പോൾ കേസ് വാല്യൂ 1 കഴിഞ്ഞാൽ കോളൻ. ഓക്കെ, കേസ് വാല്യൂ 2 കോളൻ, ഡിഫോൾട്ട് കോളൻ. ഇതതിൻ്റെ സിൻടാക്സ് ആണ്. അത് അതേപോലെ തന്നെ എഴുതിയില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം എറർ വരും. ഓക്കെ, അതേപോലെ സ്വിച്ചിൻ്റെ അകത്ത് ഒറ്റ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഈ കേസിൻ്റെ അകത്ത് കേളി ബ്രാക്കറ്റ് ഇല്ല. ഇത് സാധാരണ എല്ലാവരും തെറ്റ് വരുത്തുന്ന ഒരു കേസാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒരു പുതിയൊരു ഓപ്പറേറ്ററാണ്. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് $? ഇതാണ് അതിൻ്റെ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ പ്രത്യേകത, ഇതൊരു ടേണറി ഓപ്പറേറ്ററാണ്. നമ്മൾ യൂണറി ഓപ്പറേറ്ററും കേട്ടിട്ടുണ്ട്, ബൈനറി ഓപ്പറേറ്ററും കേട്ടിട്ടുണ്ട് അല്ലേ? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഓപ്പറേറ്ററും ഒരു ഓപ്പറൻറ്റും. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേറ്ററും 2 ഓപ്പറൻറ്റും. ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 2 ഓപ്പറേറ്ററും 3 ഓപ്പറൻറ്റുമാണ് ഉണ്ടാവുക. അതാണ് ടേണറി ഓപ്പറേറ്റർ. Ternary operator contains 2 operator and 3 operand. സോ ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന് പ്രത്യേകത, ഇഫ് എൽസിന് പകരം ഇഫ് എഴുതുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിന് പകരം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒതുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. സോ ഇറ്റ് ഈസ് എ ternary operator and it requires 3 operand. ഇതിൻ്റെ മെയിൻ യൂസ്, ഇറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിന് പകരം ആര് മാത്രം യൂസ് ചെയ്താൽ മതി? കണ്ടീഷണൽ ഓപ്പറേറ്റർ മാത്രം യൂസ് ചെയ്താൽ മതി. സോ ഇതിൻ്റെ സിൻടാക്സ് നോക്കിക്കോളൂ. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് ആണ് വാല്യൂ ഈക്വൽ ടു, അത് അവിടെ നിൽക്കട്ടെ, ഇത് എന്താണെന്ന് പറയാം. എക്സ്പ്രഷൻ 1 എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 3. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. എക്സ്പ്രഷൻ 1 എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 1 എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 3. ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. എക്സ്പ്രഷൻ 1 ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ട് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ 1 ഫാൾസ് ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. ഇതിനാ കിട്ടുന്ന റിസൾട്ട് എവിടേക്ക് സ്റ്റോർ ചെയ്യും? ഈ വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്യും. ഒന്നുകൂടെ പറയാം. സിൻടാക്സ് ഇങ്ങനെയാണ്. എക്സ്പ്രഷൻ 1 എക്സ്പ്രഷൻ 2 expression 3. So expression 1 is either a relational expression or a logical expression. So whatever be, the result is either true or false, and the result true അല്ലെങ്കിൽ false ആയിരിക്കും. എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ ആരെ എക്സിക്യൂട്ട് ചെയ്യുക? എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ആരിലേക്ക് സ്റ്റോർ ചെയ്യും? വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്യും.
ഇനി അത് ഫോൾസ് ആണെന്ന് വിചാരിക്കും. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ നേരെ ആരെ എക്സിക്യൂട്ട് ചെയ്യുക? എക്സ്പ്രഷൻ 3യിലേക്കാണ്. ഇത് തന്നെയല്ലേ ഇഫ് എൽസ് ചെയ്യുന്നത്. ഇഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഇഫ് എൽസ് ബ്ലോക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. നോക്കിക്കോളൂ. ഇഫ് y ലെസ് ദാൻ 10, y ലെസ് ദാൻ 10 ആണെങ്കിൽ എന്താ അവിടെ വാല്യൂ കൊടുത്തത്? VAR ഈക്വൽ ടു 30 കൊടുത്തു. അപ്പോൾ വൈയുടെ വാല്യൂ, ഫോർ എക്സാമ്പിൾ വൈയുടെ വാല്യൂ ഒരു 9 ആണെന്ന് വിചാരിക്കും. 9 ലെസ് ദാൻ 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യും വേർ ഈക്വൽ ടു 30. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ വൈയുടെ വാല്യൂ 11 ആണെന്ന് വിചാരിക്കും. 11 ലെസ് ദാൻ 10 ആണോ? അല്ല. നേരെ ഇങ്ങോട്ട് പോകും, എൽസ് ബ്ലോക്കിൽ പോകും. എൽസ് ബ്ലോക്കിൻ്റെ അകത്ത് എന്താണുള്ളത്? VAR ഈക്വൽ ടു 40. അപ്പോൾ അതായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് എങ്ങനെ എഴുതാം? അപ്പോൾ രണ്ടിനും എന്താണ്? VAR വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? VAR എന്നുള്ള വേരിയബിളിലാണ്. അപ്പോൾ എഴുതാം VAR ഈക്വൽ ടു എന്താ ഇവിടെ കണ്ടീഷൻ? y ലെസ് ദാൻ 10. അപ്പോൾ ഇവിടെ y കണ്ടീഷൻ മാത്രം എഴുതിയാൽ മതി. y ലെസ് ദാൻ 10. y ലെസ് ദാൻ 10 ആണെങ്കിൽ എന്താ ഉത്തരം? 30 എഴുതാം. അപ്പം y ലെസ് ദാൻ 10 ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ട്രൂ ആണെങ്കിൽ ആര് എന്തായിരിക്കും? VARൻ്റെ വാല്യൂ 30 അല്ലേ? ഇത് ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? 40. VARൻ്റെ വാല്യൂ 40. അപ്പോൾ ഇത്രയും എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ചെറുതാക്കി ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? അപ്പോൾ ദിസ് ഇസ് ദ കണ്ടീഷൻ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 30 ആരിലേക്ക് സ്റ്റോർ ചെയ്തു? VARലേക്ക് സ്റ്റോർ ചെയ്തു. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ VARലേക്ക് ആര് സ്റ്റോർ ചെയ്തു? 40 എന്ന് സ്റ്റോർ ചെയ്തു.